ഷവർമ കഴിച്ച 2 വയസ്സുകാരി ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ. ബേക്കറിക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടപടിയെടുത്തില്ലെന്ന് കുടുംബം. തൂവക്കാട് കന്മനം സ്വദേശിനി എമിൽ എന്ന 2 വയസ്സുകാരിയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടപ്പിച്ചെന്ന് പറയുന്ന കട പിറ്റേ ദിവസം തന്നെ തുറന്നതായി കുടുംബം ആരോപിക്കുന്നു. ഇക്കഴിഞ്ഞ 1-ന് ശനിയാഴ്ച രാത്രിയാണ് തൂവക്കാട് കന്മനം സ്വദേശികളായ റഫീഖ് സൽഫത്ത് ദമ്പതികളുടെ മകൾ എമിലിന് ഭക്ഷ്യവിഷബാധയേറ്റത്. തൂവക്കാട്ടെ ഫേമസ് ബേക്കറിയിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ ഷവർമ കഴിച്ചതിന് പിന്നാലെ ഛർദി ആരംഭിക്കുകയായിരുന്നുവെന്ന് കുഞ്ഞിന്റെ മാതാവ് സൽഫത്ത് പറയുന്നു. പുലർച്ചെ 2 മണി മുതൽ തുടർച്ചയായി ഛർദിച്ചതിൽ വേവിക്കാത്ത മാംസവും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുഞ്ഞിന് കൗണ്ട് കൂടിയതായി ഡോക്ടർമാർ അറിയിച്ചു. ശനിയാഴ്ച രാത്രി നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള തുവക്കാടുള്ള ഫേമസ് ബേക്കറിയിൽ നിന്നാണ് നമ്മൾ ഷവർമ 8 എണ്ണമാണ് പാർസൽ വാങ്ങിച്ചത്. അതിൽ ഒന്ന് ഇവളുടെ ഉപ്പയും ഇവളും മകളുമാണ് ഒരു ഷവർമയെന്ന് കഴിച്ച അവരിലാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത്. കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് രാത്രി ഒരു 10 മണിക്ക് കഴിച്ചു. രാവിലെ പുലർച്ചെ ഒരു 2 മണിയായപ്പോൾ കുട്ടി തുട്ടിന്ന് എണീറ്റ് ഛർദിച്ചിട്ട് ഒരു 4 തവണ വീട്ടിൽ നിന്ന് ഛർദിച്ചു. അപ്പോൾ ഛർദിച്ചതിൽ പച്ച മാംസം ഉണ്ടായിരുന്നു, വേവിക്കാത്ത മാംസം. അപ്പോൾ നമ്മൾ ആകെ പേടിച്ചു. അപ്പോൾ തന്നെ കുട്ടി ശ്വാസം കിട്ടാത്ത പോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ നേരെ നമ്മൾ പുത്തനത്താണിയുള്ള സുപ്രിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ ഒബ്സർവേഷനിൽ കിടത്തി നോക്കിയപ്പോൾ കൗണ്ട് കൂടുതലുണ്ട്. അവിടുന്ന് ഡ്യൂട്ടി ഡോക്ടർ മുന്നിൽ ഛർദിച്ചു. പിന്നെ കൗണ്ട് എടുക്കാൻ പോണ മുമ്പ് ഛർദിച്ച ഒരു പച്ച കളറിലാണ് കണ്ടത്. പിന്നെ ഒരു കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 12,400 വരെ കൗണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. അപ്പം നമ്മൾ അപ്പം തന്നെ ഫുഡ് അതോറിറ്റീനെ ഹെൽത്തിൻ്റെ ആളെ വിളിച്ചിട്ട് ഫുഡ് ഇൻസ്പെക്ടർ വന്നു, കേസ് എടുത്തു. ഇവിടുന്ന് കേസ് ഫയൽ ചെയ്ത് പോയി. അവിടുന്ന് നേരെ ഫുഡ് ഇൻസ്പെക്ടർ ബേക്കറിയിൽ വിസിറ്റ് ചെയ്തു. അവിടുന്ന് ബേക്കറിയിൽ എന്തൊക്കെയോ ആ മയോണൈസും പച്ച മുട്ട കൊണ്ടുള്ള മയോണൈസും അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ട് അവിടുന്ന് അവർ കേസെടുത്തിട്ട് ഷോപ്പ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഷോപ്പ് റീഓപ്പൺ ആയി. അതായത് കുട്ടി ഡിസ്ചാർജ് പോയിട്ടൊന്നും റീകവർ ആയിട്ട് പോലും ഇല്ല. അതിൻ്റെ മുന്നേ തന്നെ അവർ ഷോപ്പ് റീഓപ്പൺ ആക്കിയെന്ന് മാത്രമല്ല, കുട്ടിക്ക് ബാധിച്ച ഷവർമ തന്നെ അവർ വീണ്ടും സെയിലിങ് തുടങ്ങി. കാരണം നമ്മളൊരു പൊട്ടന്മാരാക്കണ പോലെ. കാരണം നമ്മളുടെ കുട്ടി റീകവർ ആവാത്തൊരു സ്റ്റേജിൽ നിന്ന് കടക്കി ഇത്രയും പവർ ഉണ്ട് നമ്മൾ വിചാരിക്കും. കാരണം ഈ ഷോപ്പ് ഇത്ര പെട്ടെന്ന് റീഓപ്പൺ ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഫുഡ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുത്തു. ഇത്ര പെട്ടെന്ന് തന്നെ റീഓപ്പൺ ആയോ, ഈ കേസിൻ്റെ ലീഗൽ മൂവ്മെൻ്റ് ഒന്നും നടക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു അത് സ്റ്റോക്ക് ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിഷൻ കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിലൊക്കെ ഇതിങ്ങനെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യവിഷബാധയാണെന്ന് വ്യക്തമായതോടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലും കുടുംബം പരാതി നൽകിയിരുന്നു. അന്ന് തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി അടപ്പിച്ച കട അടുത്ത ദിവസം തന്നെ തുറന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി നൽകാതെ വനിതയായ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഫോൺ കട്ട് ചെയ്തതായി കുഞ്ഞിന്റെ മാതാവ് സൽഫത്ത് ആരോപിച്ചു. അപ്പം നമ്മൾ മേഡത്തെ വീണ്ടും ഒന്ന് വിളിച്ചു. അപ്പോൾ മേഡം പറഞ്ഞു ഇനി എന്നെ വിളിക്കരുത്, ഞങ്ങൾ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്, ഇനി ഞങ്ങൾ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് അയച്ചതിനോ കോൾ ചെയ്തതിനും ഒന്നും ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ് 100-ൽ വിളിച്ചു. 100 വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് ഇൻസ്പെക്ടറുടെ അടുത്ത് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവർ പരാതി പോയതാണ്, പക്ഷേ ലീഗൽ മൂവ്മെൻറ്റ് നമ്മളൊന്നും കാണുന്നില്ല, ഷോപ്പ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ആയി. നമ്മൾ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവിടുന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറഞ്ഞു ഇത് ഫുഡ് ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അവരാണ് കേസ് എടുക്കേണ്ടത്, ഞാൻ മേഡത്തെ വിളിക്കാൻ കരുതിയിട്ട് അവരുടെ ഫോണിൽ തന്നെ മേഡത്തെ കോൾ ചെയ്തു. അപ്പോൾ മേഡം പറഞ്ഞ മൊഴി ഞങ്ങളെ ചെവി കൊണ്ട് കേട്ടതാണ്. ഇന്നലെ വന്ന് ഇവിടുന്ന് മേഡം കേസ് എടുത്ത് പോയ ആ മേഡമാണ് പറഞ്ഞത് ഇത് അത്ര സീനുള്ളൊരു ഇഷ്യൂ അല്ല, ജസ്റ്റ് ഒരു ദഹനക്കേട് കൊണ്ടുണ്ടായതാണ്, അത് മേഡം തന്നെ ഇവിടെ വന്നിട്ട് കുട്ടിക്ക് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് കഴിച്ചതാണെന്ന് തീർത്തും പറഞ്ഞ് മിനിമം ഒരു 10 ലക്ഷത്തിനുള്ള ആ ഒരു എമൗണ്ടിൻ്റെ കേസേ ഞാൻ എടുക്കുള്ളൂ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസേ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മേഡം പോയത്. അതേ മേഡത്തിൻ്റെ വോയിസാണ് ഞങ്ങൾ അന്ന് കേട്ടത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കോളിൽ നിന്ന് മേഡം പറഞ്ഞത് ദഹനക്കേട് കൊണ്ടാണ്, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, 2 വയസ്സായ കുട്ടിക്ക് അവർ ഷവർമ കൊടുക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. മൊഴി മാറ്റിയെന്ന് തന്നെ പറയാം. അതീവ ഗുരുതരമായി നിർജ്ജലീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് കുഞ്ഞ് ആശുപത്രിയിൽ എത്തിയതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതികഠിനമായ പനിയും കുഞ്ഞിന് അനുഭവപ്പെട്ടു. നിലവിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞ് ഇപ്പോഴും ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പിന്നാലെ പോലീസിലും വിജിലൻസിലും കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. ഈ ചാനൽ പുത്തനത്താണി.
നെവർ സീൻ ബിഫോർ ഡിസൈൻസ്. നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്. ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. Kavita Gold and Diamonds, the versatile jewelry.